ഹേ ഓൾ, വെൽക്കം ടു ഡേ 2 ഓഫ് ലേണിംഗ് ദ ഹിന്ദു വൊക്കാബ്. അപ്പോൾ ഇന്ന് ഡേ 2 ആണ്, കൂടുതൽ നീട്ടിക്കുന്നില്ല. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ദിസ് ഈസ് ദ ഫസ്റ്റ് വേർഡ്. അപ്പോൾ നിങ്ങളിത് പറഞ്ഞു നോക്കുക. ROUT എന്തായിരിക്കും? ഓക്കെ, പ്രൊനൗൺസിയേഷൻ നോക്കാം. റൗട്ട്. എന്താണ്? റൗട്ട്. ഓക്കെ, റൗട്ട്. ഇനി നമുക്ക് മീനിങ് നോക്കാം. റൗട്ട് എന്ന് പറഞ്ഞാൽ എ കംപ്ലീറ്റ് ഡിഫീറ്റ് അല്ലെങ്കിൽ സമ്പൂർണ്ണ പരാജയം എന്നതാണ് റൗട്ട് എന്ന വേർഡിൻ്റെ മീനിങ്. ഇനി സെൻറ്റൻസ് നോക്കാം. ദി ആർമി റൗട്ടഡ് ദ എനിമി ഫോഴ്സസ്. സൈന്യം ശത്രുസേനയെ തകർത്ത് തോൽപ്പിച്ചു. ഇവിടെ തകർത്ത് തോൽപ്പിച്ചു എന്നതാണ് റൗട്ട് എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ് ആയിട്ട് വരുന്നത്. അപ്പോൾ വേർഡ് എന്ന് പറയുന്നത് റൗട്ട്, മീനിങ് കംപ്ലീറ്റ് അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് ഡിഫീറ്റ് ഓർ സമ്പൂർണ്ണ പരാജയം. എക്സാമ്പിൾ, ദ ആർമി റൗട്ടഡ് ദ എനിമി ഫോഴ്സസ്. സൈന്യം ശത്രുസേനയെ തകർത്ത് തോൽപ്പിച്ചു. ഓക്കെ, ഇനി നെക്സ്റ്റ് വേർഡിലേക്ക് പോവാം. QUALMS എന്തായിരിക്കും? ക്വാംസ്. എന്താണ്? ക്വാംസ്. ഇത് നല്ലൊരു വേർഡാണ്, ക്വാംസ്. നിങ്ങളൊന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കുക. ക്വാംസ്, അത് നോക്കി വായിച്ചാൽ മതി. ക്വാംസ്. ഇനി ഇതിൻ്റെ മീനിങ് നോക്കാം. മീനിങ് എന്ന് പറഞ്ഞാൽ ഫീലിംഗ് ഓഫ് ഡൗട്ട് അബൌട്ട് സംതിങ് ഇസ് റൈറ്റ് ഓർ റോങ്. അതായത് ഒരു സംശയം അല്ലെങ്കിൽ ഒരു സംശയത്തിൽ അല്ലെങ്കിൽ മടിപ്പ് അല്ലെങ്കിൽ ഒരു മനസ്സാക്ഷി കുത്ത് എന്നൊക്കെ നമ്മൾ പറയില്ലേ. ഇതിങ്ങനെ പറയുമ്പോൾ കറക്റ്റ് നമുക്ക് മനസ്സിലാവില്ല. ഇത് നമുക്കിനി ഒരു സെൻറ്റൻസിൽ അപ്ലൈ ചെയ്ത് നോക്കാം. ഷീ ഹാഡ് നോ ക്വാംസ് അബൌട്ട് സ്പീക്കിംഗ് ദ ട്രൂത്ത്. സത്യം പറയുന്നതിൽ അവൾക്ക് യാതൊരു മടിയോ മനസാക്ഷിക്കുത്തോ ഉണ്ടായിരുന്നില്ല. ഇവിടെ ആ യാതൊരു മടിയോ അല്ലെങ്കിൽ മനസാക്ഷിക്കുത്തോ എന്നതാണ് ക്വാംസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ക്വാംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സംശയം അല്ലെങ്കിൽ ഒരു മനസാക്ഷിക്കുത്ത് എന്നൊക്കെ പറയാം. എക്സാമ്പിൾ, ഷീ ഹാഡ് നോ ക്വാംസ് അബൌട്ട് സ്പീക്കിംഗ് ദ ട്രൂത്ത്. സത്യം പറയുന്നതിൽ അവൾക്ക് യാതൊരു മടിയോ മനസാക്ഷിക്കുത്തോ ഉണ്ടായിരുന്നില്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് വേർഡ് നോക്കാം. TUSSLE എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്? ടസിൽ. ടസിൽ. പറഞ്ഞു നോക്കൂ. ടസിൽ. ടസിൽ. ഓക്കെ, ഇനി നമുക്ക് മീനിങ് നോക്കാം. എ ഷോർട്ട് ഫിസിക്കൽ ഫൈറ്റ് ഓർ സ്ട്രഗിൾ. അതായത് ഏറ്റുമുട്ടൽ അല്ലെങ്കിൽ സംഘർഷം അല്ലെങ്കിൽ പോരാട്ടം. സിമ്പിൾ മീനിങ് ആണ്. നമുക്കിനി ഇത് എക്സാമ്പിളിലേക്ക് നോക്കാം. The two boys got into a tussle during the match. മത്സരത്തിനിടെ രണ്ട് കുട്ടികൾ തമ്മിൽ സംഘർഷം ഉണ്ടായി. ഇവിടെ ആ സംഘർഷം ഉണ്ടായി എന്നതാണ് ടസിൽ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം വേർഡ് എന്താണ്? ടസിൽ. മീനിങ് എന്ന് പറയുന്ന ഏറ്റുമുട്ടൽ അല്ലെങ്കിൽ സംഘർഷം. എക്സാമ്പിൾ, ദ ടു ബോയ്സ് ഗോട്ട് ഇൻ ടു എ ടസിൽ ഡ്യൂറിങ് ദ മാച്ച്. ഓക്കെ, സംഘർഷം എന്നുള്ളത് പറയും. നെക്സ്റ്റ് വേർഡ് നോക്കാം. INCURSION എങ്ങനെയാണ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത്? നമുക്ക് നോക്കാം. എന്താണ്? ഇൻകേർഷൻ. ഇൻകേർഷൻ. എന്താണ്? ഇൻകേർഷൻ. ഇതിൻ്റെ മീനിങ് എന്താണെന്ന് നോക്കാം. എ സഡൻ എൻട്രി ഇൻ ടു എ പ്ലേസ് അല്ലെങ്കിൽ കടന്നു കയറ്റം എന്നതാണ് ഇൻകേർഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ എന്ന് പറയുന്നത്, ദ ആർമി റെപ്പൽഡ് ആൻഡ് ഇൻകേർഷൻ അക്രോസ് ദി ബോർഡർ. അതിർത്തി കടന്നുള്ള നുഴഞ്ഞുകയറ്റം സൈന്യം ചെറുത്തു. ഇവിടെ ആ നുഴഞ്ഞുകയറ്റം അല്ലെങ്കിൽ അതിനെ കടന്നു കയറ്റം എന്നൊക്കെ പറയുന്നതാണ് ഇൻകേർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ വേർഡ് എന്ന് പറയുന്നത് ഇൻകേർഷൻ, മീനിങ് എന്ന് പറയുന്നത് കടന്നുകയറ്റം. എക്സാമ്പിൾ, ദ ആർമി റെപ്പൽഡ് ആൻഡ് ഇൻകേർഷൻ അക്രോസ് ദി ബോർഡർ. അതിർത്തി കടന്നുള്ള നുഴഞ്ഞുകയറ്റം സൈന്യം ചെറുത്തു. നെക്സ്റ്റ് വേർഡിലേക്ക് പോവാം. PRAGMATIC എന്താണ് പ്രൊനൗൺസിയേഷൻ? പ്രഗ്മാറ്റിക്. പ്രഗ്മാറ്റിക്. ഒന്നുകൂടെ പറഞ്ഞേ, പ്രഗ്മാറ്റിക്. ഇതിൻ്റെ മീനിങ് എന്താണെന്ന് നമുക്ക് നോക്കാം. മീനിങ് എന്ന് പറഞ്ഞാൽ പ്രായോഗികമായ അല്ലെങ്കിൽ യാഥാർത്ഥ്യബോധമുള്ള എന്നൊക്കെ നമുക്ക് പ്രഗ്മാറ്റിക് എന്നുള്ളത് പറയാം. ഇത് നമുക്ക് സെൻറ്റൻസിൽ അപ്ലൈ ചെയ്ത് നോക്കാം. ഷീ ടുക്ക് എ പ്രഗ്മാറ്റിക് അപ്രോച്ച് ടു സോൾവിങ് ദി പ്രോബ്ലം. പ്രശ്നം പരിഹരിക്കാൻ അവൾ പ്രായോഗികമായ സമീപനം സ്വീകരിച്ചു. പ്രായോഗികമായ എന്നതാണ് ഇവിടെ പ്രഗ്മാറ്റിക് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ പ്രഗ്മാറ്റിക് മീനിങ് എന്ന് പറഞ്ഞാൽ പ്രായോഗികമായ അല്ലെങ്കിൽ യാഥാർത്ഥ്യബോധമുള്ള. സെൻറ്റൻസിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഷീ ടുക്ക് എ പ്രഗ്മാറ്റിക് അപ്രോച്ച് ടു സോൾവിങ് ദി പ്രോബ്ലം. അതായത് പ്രശ്നം പരിഹരിക്കാൻ അവൾ പ്രായോഗികമായ സമീപനം സ്വീകരിച്ചു.
പ്രായോഗികമായ എന്നുള്ളതാണ് പ്രഗ്മാറ്റിക് എന്നുള്ളത് മീനിങ്. ഇനി നമുക്ക് ഈ എല്ലാ വേർഡ്സും ഒന്ന് സിമ്പിളായിട്ട് എഴുതി നോക്കാം. അപ്പോൾ ഇന്ന് ഇത്രയും വേർഡ്സാണ് നമ്മൾ പഠിച്ചത്. ജസ്റ്റ് 5 വേർഡ്സേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി ഉള്ളത് ഇങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്താൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഈസി ആയിരിക്കും. അപ്പോൾ ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. അപ്പോൾ ഇന്ന് 5 വേർഡ്സാണ് പഠിച്ചത്. റൗട്ട്, ക്വാംസ്, ടസിൽ, ഇൻകേർഷൻ ആൻഡ് പ്രഗ്മാറ്റിക്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.